ഹലോ, വെൽക്കം ബാക്ക് ടു തെലുങ്ക് മലയാളം തമിഴ് ചാനൽ. നല്ല വറുത്തരച്ച തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 4 കിലോ ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ തൈരും കൂടെ കൂട്ടിച്ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിൽ നല്ലപോലെ പറ്റി പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേന് ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു കെട്ട് മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ വേണ്ടത് ഒരു കെട്ട് സ്പ്രിംഗ് ഓണിയൻസ് ചെറുതായി അരിഞ്ഞത്, പിന്നെ വേണ്ടത് ഒരു 10-12 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്, പിന്നെ വേണ്ടത് ഒരു 6-7 ഉണക്കമുളകും, അതുപോലെ തന്നെ ഒരു 4 മീഡിയം സൈസ് സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. ഒരു തേങ്ങയുടെ പകുതി അത് നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ ആവശ്യമുള്ളത് ഈ അളവിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി 6 ടീസ്പൂൺ, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂൺ, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് 1 ടീസ്പൂൺ. ഈ 3 പൊടികളും കൂടി ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയത്തിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ മണം മാറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പാകമായിട്ടുണ്ട്, പാകത്തിന് മൂത്തിട്ടുണ്ടെന്നുള്ളത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പാകത്തിന് മൂപ്പിച്ചെടുത്ത ശേഷം ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കരിയാപ്പിലയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകണം. ഇനി നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായി കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം. തേങ്ങയുടെ കളറ് പയ്യെ മാറി വരുന്നേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കളറ് ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് ഈ ഒരു രീതിയിലേക്ക് ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ല ഭംഗി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിലേക്ക് ഭംഗി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾക്കതിലേക്ക് സ്പ്രിംഗ് ഓണിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ, നന്നായിട്ട് ഭംഗി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവം വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് ശരിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളത് അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ ഒരു മസാല വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മളത് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുക. അപ്പോൾ അതിങ്ങനെ ആ വെള്ളം ഒന്ന് കുറഞ്ഞതിങ്ങനെ ഒന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ വെച്ചിരുന്ന പാത്രത്തിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നമ്മളിപ്പോൾ നന്നായിട്ട് ആ വെള്ളത്തിൽ ആ മസാലയിൽ ഇളക്കണം. അപ്പോഴത്തേ ഈ ഒരു രീതിയിലേക്കാവും. ഇനി ഇതിൽ കൂടുതൽ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് ഒരു കാരണവശാലും. കാരണം ചിക്കൻ്റെ അകത്ത് ഒരുപാട് വെള്ളമുണ്ട്. ആ വെള്ളം കൂടെ ഇറങ്ങുമ്പം ഒത്തിരി വെള്ളമായി പോകും. പിന്നെ നമ്മളത് അടച്ച് വെക്കുക. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്നും കൂടെ, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം. ഇനി നമ്മളത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം ചെറുതായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കണം. താങ്ക്